ഹലോ വെൽക്കം ടു വിസ്ക് ആൻഡ് വേവ്. ഇന്ന് നമുക്ക് ടീനേജ് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു സ്ലീവ്ലെസ് പ്രിൻസസ് കട്ട് ഫ്രോക്കാണ്. ഓണത്തിനൊക്കെ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു ഫ്രോക്കാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ 4 മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തു മാർക്കിങ്, പിന്നെയാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ എടുത്തിരിക്കുന്നത് 14 ഇഞ്ചാണ് ബോഡീസ് ലെങ്ത്ത് വേണ്ടത്. നമുക്ക് യോക്ക് പാർട്ടിന് ലെങ്ത്ത് വേണ്ടത് 14 ഇഞ്ചാണ്. പ്ലസ് 1 ഇഞ്ചും കൂടി സീം അലവൻസ്, മുകളിൽ 1/2 ഇഞ്ച്, താഴെ 1/2 ഇഞ്ച്, അങ്ങനെ 15 ഇഞ്ചിലാണ് ഞാനിപ്പോൾ ഈ ഒരു വര വരച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഷോൾഡർ ഞാൻ കൊടുക്കുന്നത് 6.5 ഇഞ്ചാണ് ടോട്ടൽ കൊടുക്കുന്നത്. കാരണം ഞാൻ ബാക്കിൻ്റെ നെക്ക് ലെങ്ത്ത് കുറച്ച് ഇറക്കുന്നുണ്ട്, ഒരു 4-4.5 ഇഞ്ചോളം ഇറക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൊടുത്തത്. 13.25 എനിക്ക് ഷോൾഡർ ആക്ച്വലി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആം ഹോള് ഒരു 6.25 ഇഞ്ചോളം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കണം. നമ്മളുടെ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ ആം ഹോള് 16.5 അതിൻ്റെ കൂടെ ടോട്ടൽ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടണം, അപ്പോൾ 17.5 കിട്ടും. അപ്പോൾ ഈ 17.5യുടെ നേരെ പകുതി നമുക്കിവിടെ 8.25 ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കുക. അങ്ങനെയാണ് നമ്മൾ ആം ഹോള് എത്ര ഇറക്കണം വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഷോൾഡർ എത്രയാണോ അത് തന്നെ ആം ഹോൾ എടുക്കുന്നൊരു രീതിയുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് എടുക്കേണ്ട രീതി ഇങ്ങനെയാണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കേണ്ട മെഷർമെൻറ്റിൻ്റെ കൂടെ ചുരിദാറും കുർത്തിയൊക്കെ ആണെങ്കിൽ നമ്മൾ 1 ഇഞ്ചാണ് കൂട്ടുക ലൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 17.5 ഇവിടെ കിട്ടുക. 17.5യുടെ പകുതി ഇവിടെ റൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഒരു 1/2 ഇഞ്ച് ഞാൻ ഷോൾഡർ സ്ലോപ്പിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ചെസ്റ്റ് പോർഷൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ബോഡിയിൽ നിന്ന് ചെസ്റ്റ് റൗണ്ട് എടുക്കുക, ഡിവൈഡ് ബൈ 4 ചെയ്യുക. പ്ലസ് ഇവിടെ നമ്മൾ 3/4 ഇഞ്ചാണ് ഈസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെസ്റ്റ് 34ആണ്. അങ്ങനെ 3/4 ഇഞ്ച് ഈസും കൂടി ചേർത്തിട്ട് നമുക്ക് 9.25 ഇഞ്ചിലാണ് കിട്ടുക. 9.25ൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ചേർക്കുന്നു. ഇനി താഴെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെയും നമ്മളിതുപോലെ 3/4 ഇഞ്ച് ഈസ് ചേർക്കണം. അപ്പോൾ 7.25ആണ്. അതിൻ്റെ കൂടെ ഞാൻ ടക്കിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നെക്ക് ഡെപ്ത്ത് ഞാൻ ഫ്രണ്ടിലേക്ക് ഒരു 5.5 ഇഞ്ച് ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പോയിൻറ്റും കൂടി കയറ്റിയിട്ട്, അതായത് 5.25 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് നമ്മൾ അവിടെയും മാർക്ക് ചെയ്തിട്ട് ഇതൊരു ബോക്സ് ആക്കണു. പിന്നെ ഞാൻ ഒരു ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ അവിടെ കട്ട് ചെയ്യുന്നില്ല, കാരണം ആ ഫ്രണ്ടിലെ അതിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് പോവും. ഇനി നമുക്ക് പ്രിൻസസ് കട്ട് എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഷോൾഡർ ടു അപ്പെക്സ് പോയിൻറ്റ് മാർക്ക് ചെയ്യണം. ഷോൾഡർ ടു അപ്പെക്സ് പോയിൻറ്റ് ഇവിടെ എനിക്ക് 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് ആ ഷോൾഡറിൽ ഒരു 1/2 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് താഴേക്കാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 9.5 ഇഞ്ച് ഞാനിവിടെ അത് ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ കിട്ടുന്ന മെഷർമെൻറ്റാണ്. അതിനുശേഷം 3.5 ഇഞ്ച് ഞാൻ സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് അപ്പെക്സ് ടു അപ്പെക്സ്, ലെഫ്റ്റ് അപ്പെക്സിൽ നിന്ന് റൈറ്റ് അപ്പെക്സിൻ്റെ പോയിൻറ്റ് എത്രയാണോ അത് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ. അങ്ങനെ ബോഡിയിൽ നിന്ന് എടുക്കാൻ പറ്റില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആൾമോസ്റ്റ് കറക്റ്റ് ആവുന്ന ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 10 ചെയ്യുക. ഇവിടെ എനിക്ക് 34 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട്. അത് ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ 3.4 കിട്ടും. അത് നമ്മൾ ആൾമോസ്റ്റ് 3.5 ആയിട്ട് കണക്കാക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്നു എന്ന് മാത്രം. എന്നിട്ട് താഴത്തെ ലൈനിലേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരു 2 ഇഞ്ച് ഇങ്ങനെ കയറ്റിയിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 സൈഡിലേക്ക് 1/2 ഇഞ്ച് കൊടുക്കുന്ന ടക്കാണ് നമ്മളവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ഇഞ്ച് മുകളിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ചില ആളുകൾ ഇതുപോലെ നമ്മളുടെ ഒരു ആം ഹോളിൻ്റെ ആ ഒരു ബെൻഡ് ഉണ്ടല്ലോ, കറക്റ്റ് ആ ഒരു പോയിൻറ്റിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് അത്രയും ഷേപ്പ് വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ആം ഹോളിൻ്റെ ആ റൗണ്ടിൽ നിന്ന് ഏകദേശം മിഡ് പോയിൻ്റ് കണ്ടിട്ട് അവിടെ നിന്നാണ് ഞാനിവിടെ ബെൻഡ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ഷേപ്പിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയും ഷേപ്പ് വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പകരം ഞാൻ കുറച്ചുകൂടി മുകളിലേക്ക് കയറ്റിയിട്ടാണ് ഈ ഒരു ബെൻഡ് കൊടുക്കുന്നത്. ആം ഹോളിൻ്റെ നേരെ പകുതിയുടെ അവിടെ നിന്ന് നമുക്കിതുപോലെ
ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് അവിടെ എത്തുമ്പോൾ ആ ഒരു അപ്പെക്സ് പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങളൊന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത് ഭയങ്കര ബോറായിട്ട് നിൽക്കും, ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അതുപോലെ ഒരു 1/4 ഇഞ്ചാണ് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ ജസ്റ്റ് ഒരു പിടുത്തം കൊടുക്കുന്നത്. പിന്നെ ഇത് ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ, കട്ട് ചെയ്യാതെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമ്മളിത് ആ സൈഡൊന്ന് ജോയിൻ ചെയ്തിട്ട് സൈഡിൽ ജസ്റ്റ് ഒന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ മേലേക്ക് കയറ്റി വരയ്ക്കുന്നു ആസ് യൂഷ്വൽ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ ഷോൾഡർ സ്ലോപ്പ് ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ഇതേപോലെ നമ്മൾ മുകളിലാണ് ആദ്യത്തെ അത് കട്ടിങ് ലൈനും ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് സ്റ്റിച്ചിങ് ലൈനും. പിന്നെ ഞാൻ അവിടെ ചെറിയൊരു നോച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെസ്റ്റ് പോർഷനിൽ നോച്ച് കൊടുക്കുക. അതുപോലെ താഴെ നമ്മളുടെ മെയിനായിട്ടുള്ള പ്രിൻസസ് കട്ട് ഡാർട്ട് വരുന്നുണ്ടല്ലോ, അവിടെയും നമ്മൾ നോച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക്. ഇനി നമ്മൾ ബാക്ക് പോർഷനിലും ഇതേപോലെ തന്നെയാണ് നമ്മൾ ഡാർട്ട് മാർക്ക് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ മുകളിൽ നിന്ന് അപ്പെക്സ് പോയിന്റ് മാർക്ക് ചെയ്യുക. അതേപോലെ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. 2 സൈഡിലേക്കും 1/2 ഇഞ്ചാണ് ഡാർട്ട് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ കൊടുക്കുക. അപ്പോൾ സൈഡിൽ നിന്ന് എടുക്കേണ്ടത് 3.5 ഇഞ്ചസ് തന്നെയാണ്. ഫ്രണ്ടിൽ കൊടുത്ത അതേപോലെ തന്നെയാണ്. ആ പ്രിൻസസ് കട്ടിൻ്റെ ഒരു ഷേപ്പ് നമ്മളിവിടെ കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നെക്ക് ലെങ്ത്ത് ഇറങ്ങുന്നതിനനുസരിച്ച് ഡാർട്ടിൻ്റെ സൈസിലൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. ഇത് നമുക്കിത് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എപ്പോഴും ഞാൻ എക്സ്ട്രാസ് ഇട്ടിട്ടാണ് കട്ട് ചെയ്യുക. എന്നിട്ട് നെക്കൊക്കെ ഫിനിഷ് ചെയ്ത ശേഷമാണ് കട്ട് ചെയ്ത് കളയാറ് എക്സ്ട്രാസൊക്കെ. അപ്പോൾ ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് നോക്കാം. മുകളിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് മാത്രമേ ആവശ്യമുള്ളൂ. താഴെ മടക്കി അടിക്കാൻ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ 32.5 ഇഞ്ചിലാണ് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ വിഡ്ത്ത് വരുന്നത് എനിക്ക് ഒരു സൈഡിൽ ഫ്രണ്ടിലേക്ക് മാത്രം എനിക്ക് 20 ഇഞ്ച് വരുന്നുണ്ട്, ബാക്കിലേക്കും 20 ഇഞ്ച് വരുന്നുണ്ട്. അത് നമുക്ക് ബോഡി സ്പാർട്ടിൻ്റെ ട്രിപ്പിൾ 3 മടങ്ങ് എടുത്താൽ മതി. ഞാൻ ലൈനിങ്ങിൻ്റെ അതേ വിഡ്ത്താണ് എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് ഒരു 2 ഇഞ്ച് കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആസ് യൂഷ്വൽ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് യോക്ക് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് ആദ്യം വയ്ക്കുക, പിന്നെ ലൈനിങ് വയ്ക്കുക, എന്നിട്ട് നെക്കും ആം ഹോളും ഇവിടെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു സ്ലീവ്ലെസ് ഫ്രോക്ക് ആയതുകൊണ്ട് ഞാൻ ആം ഹോളും കൂടി ഇങ്ങനെ തന്നെ ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്യുക, ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ബാക്ക് പോർഷൻ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് തിരിച്ചെടുക്കുന്നില്ല. ഫ്രണ്ട് പോർഷൻ കൂടി അടിച്ച ശേഷം മാത്രമേ ഇത് ഷോൾഡറും കൂടി ജോയിൻ ചെയ്യുന്ന ആ സമയത്ത് മാത്രമേ ഞാനത് തിരിച്ചെടുക്കുന്നുള്ളൂ. അപ്പം നമ്മളുടെ ഫ്രണ്ട് നെക്കാണ് അടുത്തത് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതേപോലെ തന്നെ ആം ഹോളും അതുപോലെ നെക്കും നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ നെക്ക് ഇതുപോലത്തെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് ക്യാൻവാസിലാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ക്യാൻവാസിൽ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ക്യാൻവാസ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ തൊട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇതുപോലെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കണു. ആസ് യൂഷ്വൽ നമ്മൾ എക്സ്ട്രാസ് കട്ട് ചെയ്യുന്നു, നോച്ചസ് ഇട്ട് കൊടുക്കുന്നു, തിരിച്ചെടുക്കുന്നു. ഇനി നമ്മൾ നെക്കെല്ലാം പതിച്ചടിക്കുന്നതിന് മുൻപ് നമ്മൾ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാൻ ബാക്ക് പീസ് നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പീസ് മാത്രം ഞാൻ നല്ല വശത്തേക്ക് തിരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ് വേണ്ടത്. ഇത് നേരത്തെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ, എന്നാലും ഒന്നുകൂടി മനസ്സിലാവാത്തവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ്. നല്ല വശവും ഒരേപോലെ വരുന്ന പോലെ വെച്ചാൽ മതി, വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ബാക്ക് വശം നമ്മൾ പുറത്തേക്ക് എടുക്കാതെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് വശം നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച ശേഷം നമുക്കൊന്ന് 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ മറക്കരുത്. കട്ട് ചെയ്യുമ്പോൾ ഞാൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡർ സ്ലോപ്പും കൂടി കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ 2 ഷോൾഡറും നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കുന്നു. അപ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ജോയിൻസ് ഒക്കെ ഉള്ളിലേക്ക് പോയിട്ട് നീറ്റായിട്ടുള്ള ഷോൾഡർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് പതിച്ചടിക്കാൻ നെക്കും അതേപോലെ തന്നെ ആം ഹോളും നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ടക്ക് അടിച്ചു കൊടുക്കാം. അതേപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമ്മൾ ആ വരച്ചത് കൂടെ തന്നെ ഒരു വി കട്ട് പോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. 2 സൈഡ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇത് ബാക്കിലെ ടക്കാണ്. ഇതേപോലെ തന്നെ നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ലൈന് 2 സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു വരയിൽ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ ആം ഹോളിൻ്റെ അവിടെ മാത്രം ഒരു 1/4 ഇഞ്ചായിരിക്കണം നമ്മൾ എടുക്കേണ്ട സീം. അതേപോലെ താഴെ യോക്ക് പാർട്ടിൻ്റെ താഴെ എത്തുമ്പോൾ നമ്മൾ 1 ഇഞ്ചാണല്ലോ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് അപ്പുറത്തേക്കും 1/2 ഇഞ്ച് ഇപ്പുറത്തേക്കുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. സെൻറ്ററിൽ എത്തുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന്
നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആം ഹോളിൻ്റെ അവിടെ ഒരു 4 ഇഞ്ചും നമ്മൾ നടുവിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് താഴെ എത്തുമ്പോൾ ഇതേപോലെ ആ ഒരു ടക്കിൻ്റെ ഷേപ്പിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് ബോഡി സ്പാർട്ടിന് കിട്ടും. ഇനി നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ താഴത്തെ പോർഷനിൽ മെയിൻ ക്ലോത്തിൻ്റെ മേലെ മെയിൻ ക്ലോത്ത് വയ്ക്കുക, സെൻറ്റർ മാർക്ക് ചെയ്യുക, അതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതേപോലെ ലൈനിങ് ക്ലോത്തിൻ്റെ മേലെ ലൈനിങ് ക്ലോത്ത് വയ്ക്കുക, എന്നിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക, സൈഡ്സ് ജോയിൻ ചെയ്യുക. പിന്നെ താഴെ മടക്കി അടിക്കാനുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക. കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സൈഡ്സ് നമ്മൾ യോക്ക് പാർട്ടിൽ നിന്ന് ഒരു 2 ഇഞ്ച് താഴെ വരെയാണ് നമ്മൾ 4 എണ്ണം കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ പാർട്ട് വേറെയും അതേപോലെ ലൈനിങ്ങും വേറെ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ താഴെ ഒരു 10 ഇഞ്ചിൻ്റെ മുകളിലായിട്ട് അതൊരു സ്ലിറ്റ് പോലെ ഞാൻ കൊടുത്തിട്ട് നിർത്തുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നടക്കാനും എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനും വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഫ്രീ ആക്കി വിടുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളുടെ ഫ്രോക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് അയൺ ചെയ്ത് എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫിനിഷിങ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. ഇത് മാത്രമായിട്ട് വെയർ ചെയ്തപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതിനൊരു ഓവർ കോട്ടാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ, അത് പിന്നീട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.